ട്രൂപ്പ് വരുന്നുണ്ടേ. എവിടെ? ദാണ്ടേ പ്രോഗ്രാമിനായി പോകുന്നളിയ. എന്തൊരു സ്റ്റൈലാണളിയ. ഒരുപാട് ഗ്രൂപ്പുകളുണ്ടളിയ. ലാലും ജയനും ദേ അടിപൊളി സ്റ്റൈലിൽ വരണുണ്ടളിയ. സൂപ്പർ പ്രോഗ്രാമളിയ. മണിക്കുട്ടൻ സ്റ്റാർ കളിക്കും, വിനുക്കുട്ടൻ സ്കിറ്റ് കളിക്കും. മണിക്കുട്ടൻ സ്റ്റാർ കളിക്കും, വിനുക്കുട്ടൻ സ്കിറ്റ് കളിക്കും. ഇന്നും നാളെ എന്തിന് പറയണ സീസൺ മൊത്തം ബുക്കിംഗ് ആണളിയ. അമ്പം ഈ പെണ്ണൊരു സുന്ദരിയാണല്ലോ. ഇവളോ പെണ്ണോ? ഇത് പെണ്ണല്ലോ, ആണാണളിയ. ഫീമെയിൽ ഫിഗറാണളിയ. സത്യം പറഞ്ഞാലേ നിങ്ങളുടെ ട്രൂപ്പിൽ ആ പെണ്ണിനെ കണ്ടാലേ ആണാന്ന് പറയേയില്ല. ഇതിനേക്കാൾ നന്നായിട്ട് പെൺവേഷം കിട്ടുന്ന എന്തോരോ ആർട്ടിസ്റ്റുകൾ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നറിയോ? ആണാ? മുല്ലക്കര ക്ഷേത്രത്തിൽ ഈ മാസം പരിപാടി. കാശിത്തിരി കൂടും ഞങ്ങള് കൊച്ചിക്കാരാ. നാട്ടാരുടെ പിരിവുണ്ട്, സ്പോൺസർമാർ കുറയുണ്ട്. കൊച്ചിയിലെ ട്രൂപ്പിൻ കളിയതു നിർബന്ധം തന്നെ. മുല്ലക്കര ക്ഷേത്രത്തിൽ ഈ പ്രോഗ്രാം മസ്റ്റാണ്. കാശിത്തിരി കൂടും ഞങ്ങള് കൊച്ചിക്കാരാ. നാട്ടാരുടെ പിരിവുണ്ട്, സ്പോൺസർമാർ കുറയുണ്ട്. കൊച്ചിയിലെ ട്രൂപ്പിൻ കളിയതു നിർബന്ധം തന്നെ. കോമഡി വേണം, നല്ല പാരടി വേണം. കോമഡി എന്നൊരു പേരിൽ കുളിച്ച തെറികൾ പറ്റൂല. കുടുംബക്കാരെല്ലാം ഇരുന്ന് കാണണതാണ്. കൊച്ചിക്കാരുടെ കോമഡി കണ്ടാൽ കാണികളാരും കുറ്റം പറയൂല. അമ്പം കൊച്ചിയിലെ കോമഡി പെശകാണേ. ആണോ? ആണേ. കാസറ്റും വെച്ച് സ്റ്റേജിൽ ചുമ്മാ വായനക്കണ പ്രോഗ്രാമല്ല. പോയാലും വേഗത്തിൽ വന്നേ പരിപാടി വീട്ടിപ്പോ. സംഘാടകർ സ്റ്റേജിൽ കയറി സംഘട്ടനമായി. പുതിയ ഐറ്റം ഇല്ലെന്നും ഇതൊന്നും പോരാന്നും കൊല്ലിത്ത കമ്മറ്റിക്കാർ ഊപ്പിനിടിച്ചെന്നേ. കൊച്ചിക്കാരാണെങ്കിൽ പരിപാടി നന്നാകും. പണ്ടവര് സ്റ്റേജിൽ കയറിയ ചിരിയുടെ പൂരം. ഇന്നത്തെ പിള്ളാര് കോമഡി എന്നൊരു പേര് എന്തൊക്കെയോ സ്റ്റേജിൽ കയറി കാട്ടിക്കൂട്ടുന്നേ. പ്രോഗ്രാം പൊളിഞ്ഞതെന്താണ്? സൗണ്ട് കൊള്ളൂല്ല. പരിപാടി പൊട്ടിപ്പോ സൗണ്ടുകാരനെ കുറ്റം പറയുന്നു. ട്രൂപ്പ് നന്നാകും, പക്ഷേ നിങ്ങൾ പണിയെടുക്കണം. ഈ പണിയൊന്നും പറ്റൂല്ലെങ്കിൽ നമ്മുടെ പഴമണി വേണ്ടി മണി തന്നെ. അയ്യ കിടന്നുറങ്ങടാ അവിടെ. എന്ത് നിർബന്ധമായിരുന്നു അവന്? കൊട്ടേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ മലമറിക്കും. ഇപ്പൊ നീ പറഞ്ഞ പോലെ ചെയ്തിരുന്ന കാണായിരുന്നല്ലേ? ഞാൻ പറഞ്ഞ പശുവിനെ വളർത്താനല്ലേ, അതിനല്ലേ നമ്മൾ ലോൺ എടുത്തത്. പശുവിനെ വളർത്തി ലോൺ എടുത്ത് ശരിയാണ് എന്നും പറഞ്ഞിട്ട് അത് നടത്തിക്കൊണ്ട് വല്ല ലാഭം കിട്ടും. പിന്നെ ആ കാശിന് തുരുമ്പ് പിടിച്ച വാളും മേടിച്ചു വെച്ചു. ഇതൊക്കെ എല്ലാം കൂടി തൂക്കി വിറ്റ് അഗ്രി കച്ചവടക്കാർക്ക് കൊടുത്ത് ആ കാശെങ്കിലും കിട്ടും. എന്ത് കഷ്ടമാണെന്നാലും. പിന്നെ ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞമ്മളെ കാര്യം പറയാലോ. എടാ ഈ കൊട്ടേഷൻ ഒന്നും ഇപ്പൊ ആരും നേരിട്ട് വരില്ല. അവരവർ തമ്മിൽ ചില തീർത്തേക്കാണ്. പിന്നെ അങ്ങനെയൊന്നുമില്ല. കൊട്ടേഷൻ എന്റെ അച്ഛനൊക്കെ കിട്ടിയത് കൊട്ടേഷൻ ആണല്ലോ. നിന്റെ അച്ഛന് കിട്ടും, പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ അത് ആ വർത്താനം പറഞ്ഞതിനാ. എന്നെ ഒരാൾ നല്ല വിട്ടപ്പോഴും കൊട്ടേഷനാണ് വന്നത്. എനിക്ക് നേരെ കൊട്ടേഷനാണ് വന്നത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു നമുക്ക് കൊട്ടേഷൻ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞത്. ഇത് കണ്ട വല്ല ആവശ്യമുണ്ട് ഇതൊക്കെ മേടിച്ചു വെക്കണ്ട. അതെ ഇതേ ആരണ്ടും കൂടെ വന്നിട്ടാ. ദൈവമേ, ആദ്യമായിട്ട് കിട്ടണം. വാതിലെടുത്തിട്ട് വാതിലെടുത്തിട്ട് പണി തുടങ്ങാം. നീ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ കൊല്ലുവിടാ. കൊല്ലല്ലോ. നിന്റെ കുടലും പണ്ട് ഞാനെടുത്ത് പുറത്തിടൂടാ. കുടലും പണ്ട് പുറത്തിറക്കില്ല ചേട്ടാ. എത്ര രൂപ വേണമെങ്കിലും തരാം. അയ്യോ എന്നല്ലേ നിന്നെ കഴുത്ത് വെട്ടി ഞാൻ നിന്നെ അങ്ങനെ ചെയ്യില്ല ചേട്ടാ. അയ്യോ എന്നെ തന്നെ ഓടിക്കില്ലേ. നിന്നെ ഞാൻ ശരിയാക്കോടാ. അയ്യോ അമ്മേ, അയ്യോ ദൈവമേ, ആരുമില്ലേ. അയ്യോ അയ്യോ അമ്മേ, അച്ഛോ. എടാ ചേട്ടാ മതി ചേട്ടാ, മതി മതി. അമ്മേ, എന്റെ ബോധം പോയി. ഒന്ന് കുടലും പണ്ട് നേരെ കിടക്കണം. മഞ്ഞിട്ടാ തുറക്ക് തുറക്ക് തുറക്ക്. ഒരു മിനിറ്റ് അവിടെ നിൽക്കി. ഇങ്ങോട്ട് പോരെ ഹങ്കാരി.
എന്താണ്? ഒന്നുമില്ല. അല്ല ഉണ്ട്. എന്താണ് ഉണ്ട്? അതെ, കയ്യും കാലും ഒന്ന് തല്ലുടി. എന്റെ കയ്യും കാലല്ല പറഞ്ഞത്, എന്റെ ഭാര്യയുടെ കയ്യും കാലം തല്ലുടിക്കണമെന്ന് പറഞ്ഞത്. അത് അങ്ങനെ പെട്ടെന്ന് എടുത്ത് വായിക്കാൻ തന്നെ പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ആകും. കാരണം നിങ്ങൾ കൊട്ടേഷൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആരും ഒന്നും അടിക്കുന്നു. അതെ. അപ്പൊ എന്താണ് പറഞ്ഞു വന്ന്? എന്റെ ഭാര്യയുടെ കയ്യും കാലം ഒന്ന് തല്ലുടിച്ചു തരണം. ഭാര്യയെടുത്തിട്ട് നല്ല കീറാണല്ലേ. അത് മറ്റൊന്നും കൊണ്ടല്ല, അവക്ക് ജോലിയുള്ള അഹങ്കാരം. അറിയോ നിങ്ങൾക്ക്? എനിക്ക് ജോലിയുണ്ട്, അവക്ക് ജോലിയുണ്ട്. അപ്പൊ അതിന്റെ അഹങ്കാരം അവള് കാണിക്കല്ലേ. ഇന്ന് രാവിലെ കൂടെ എന്റെ അടുത്ത് തിരിച്ചു. സാധാരണ ഞങ്ങള് ഈ പെണ്ണുങ്ങളുടെ കേസ് ഏറ്റെടുക്കാറില്ല. അതെ, ഇപ്പൊ പിന്നെ ചെറിയൊരു ടൈറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഏറ്റെടുക്കുന്നു മാത്രം. അതെ അതെ, സഹകരിക്കണം. പേടിക്കണ്ട, സഹകരിച്ചിരിക്കുന്നു. ഓക്കെ, എന്താണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതൊന്നും കൊണ്ടുവന്നല്ല, എന്റെ വയറാ. എന്റെ വയറാ അതൊന്നുമല്ല, എന്തോ ഉണ്ട്. പറ്റിക്കില്ല. സത്യമായിട്ടും ഇത്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ എവിടെ വരണം നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞു തന്നാൽ മതി. അയ്യോ, വേറെ ലൊക്കേഷൻ ഒന്നുമല്ല, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ വന്നാൽ കാണിച്ചു തരാൻ പറ്റില്ല. ക്യാഷിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ക്യാഷിന്റെ കാര്യം നിങ്ങൾ കൊടുക്കൂ. അഡ്വാൻസ്. അഡ്വാൻസ്. അവിടെ ഒരു കാര്യം, അപ്പൊ നമുക്കൊരു കാര്യം നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. അടിച്ചുടിക്കാൻ എവിടെ? അതെ അതെ അതെ, നിങ്ങളോട് നിന്ന് അവൾ അകത്തുനിന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ വരാം. നോക്കിട്ട് വാ, നോക്കിട്ട് വാ. രക്ഷപ്പെട്ട അവള് രക്ഷപ്പെട്ടില്ല, അവൾ അകത്തുണ്ട്. അവള് ജോലിക്ക് പോകാൻ തയ്യാറ് നിൽക്കുക. നിങ്ങൾ തുടങ്ങിക്കോ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പെണ്ണല്ലേടാ ഈ വടിവാളിന്റെ ആവശ്യമുണ്ടോ? കയ്യിലിരിക്കട്ടെ, ഒരു വഴിക്ക് പോണല്ലോ എന്തായാലും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി ഓവർഡോസ് കൂടി ആ കുട്ടി തട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയും. ഓക്കെ, മാക്സിമം ശ്രദ്ധിക്കാം. കൈ കാലമല്ലേ? ഓക്കെ, ശരി, ഞാനിവിടെ തന്നെ ഉണ്ടാകണം. ഓക്കെ. നിന്റെ ഭാര്യക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞു. എന്ത് ജോലിയാണെന്ന് കൂടി പറയാൻ പാടില്ലായിരുന്നു.